ഓ ചങ്ങായിമാരെ, നമ്മളെ പാസ്പോർട്ട് ഓഫീസിന്റെ മുമ്പിൽ നിന്ന് അങ്ങോട്ടേക്ക് ഫുള്ള് വെള്ളം കയറിയിട്ടുണ്ട് കേട്ടാ. ഫുള്ള് വെള്ളം അങ്ങത്തോളം. കൂടി നടന്നു പോകുമ്പോൾ ശ്രദ്ധിക്കുക. ഇതാ ഓവ ഏതാണ് റോഡ് ഏതാന്ന് തിരിയാത്ത വിധത്തിലുള്ളത്. സ്ലാബ് ഉണ്ട്, ചില സ്ഥലത്ത് സ്ലാബ് ഇല്ലാന്നുള്ളൂ. ഫുള്ള് വെള്ളം കയറിയിട്ടുള്ളൂ. നമ്മളെ പാസ്പോർട്ട് ഓഫീസിന്റെ സൈഡ്. ഇത് പാസ്പോർട്ട് ഓഫീസ്. അപ്പം ഇങ്ങോട്ട് വാഹനങ്ങളൊന്നും പോകുന്നില്ല. പോകാണ്ട് വെക്കുക. കാരണം ഈ വാഹനങ്ങൾ വരുമ്പോൾ ശക്തിയിൽ വെള്ളമടിച്ച് വീട്ടിന് പ്രശ്നം വരെ ചെയ്യുക. അതുകൊണ്ട് പോകാണ്ട് വെക്കുക. തെങ്ങല് ഒലിച്ചു വന്ന എന്താന്ന് പഠിച്ചവനറിയാം. വീട് പിന്നെ വെള്ളക്കെട്ടിൽ പോകുമ്പോൾ ശ്രദ്ധിക്കുക. എപ്പോൾ വേണ്ട കുണ്ടലുണ്ട്, കുണ്ടലം കാണുന്നുണ്ട്. ഫുള്ള് വെള്ളം കയറിച്ചുള്ളത്, ഫുള്ള് വെള്ളത്തിൽ മുങ്ങിയിട്ടാണ് ഉള്ളത്. കണ്ടാ എത്ര പണിയുണ്ട് നീ നോക്കിയാ. ഫുള്ള് വെള്ളമാണ്, വീട്ടിൻ്റെ അകത്തെല്ലാം കയറിയിട്ടുണ്ട്. വെള്ളം കയറുന്നില്ല, ഇതെല്ലാം വൃത്തിയാക്കി മോനെ. എല്ലാം നനഞ്ഞെങ്കിൽ എത്ര പണിയാണ് പഠിച്ചവൻ. എല്ലാ അതാവിനെ തൊട്ട് എല്ലാവരെയും കാത്തിരക്ഷിക്കട്ടെ മോനെ. ഇതെല്ലാം നോക്കിയതാ ഫുള്ള് വെള്ളമാണ് വീട്ടിൻ്റെ അകത്തെല്ലാം. ഫുള്ള് വെള്ളം കയറിച്ചാ ഉള്ളത്. അങ്ങോട്ടൊന്നും നടന്നിട്ട് പോകാൻ കഴിയില്ല. പഠിച്ചവൻ എല്ലാവരെയും രക്ഷിക്കട്ടെ, എല്ലാ അതാവിനെ തൊട്ടും. വെള്ളം കയറുന്നല്ല പോയി, അതുകൊണ്ട് ഓയിലായിരിക്കും. കാരണം ഇതെല്ലാം ഇപ്പം വരും. എന്തായാലും ഒരു 2-3 ദിവസം കഴിയും ഓയിന് പോകാൻ വേണ്ടിയിട്ട്. ഇത് ഞാനിപ്പോൾ ഓവിൻ്റെ സ്ലാബിൻ്റെ അതിലോട്ട് നടക്കുന്നത്. ശരിക്കും റോഡിൽ നല്ല ആയുണ്ട് വെള്ളം. ഫുള്ള് നമ്മൾ പാസ്പോർട്ട് ഓഫീസിൻ്റെ റോഡാണ്. अरे स्लाब देख के जाओ. हाँ स्लाब नहीं है तो सीधा अंदर जाएगा. उधर उधर नहीं देखो, सीधा इधर देखो. हाँ स्लाब नहीं है तो सीधा अंदर जाएगा, बाद में कडल में जाएगा. കടൽ മേ വെള്ളം കഴിച്ചുള്ള വെള്ളക്കെട്ട് പ്രദേശങ്ങളിലൂടെ പോകുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. എല്ലാവരും ദൈവം രക്ഷിക്കട്ടെ എന്ന വിശ്വാസത്തിൽ ക്യാമറാമാൻ ഷെയ്ർ മുസ്തഫക്കൊപ്പം കണ്ണൂർ സുൽത്താൻ.